ഹലോ ഗൈസ്, അപ്പോൾ മറ്റേ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥയുടെ ബാക്കി ഞാൻ പറയാം ഗൈസ്. കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഗൈസ്, ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവനെ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടി അതൊക്കെയായിരുന്നു. അപ്പം ഇവൻ കടിക്കുമോ എന്ന് ചോദിച്ചാൽ കടിക്കും. എൻ്റെ അനിയനും ഒന്നും വലിയ ഇഷ്ടമില്ല ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, അവനും ഒരു വീഡിയോ പറഞ്ഞായിരുന്നു എന്നെ വലിയ ഇഷ്ടമില്ല എന്ന്. ശരിയാ ഗൈസ്, ഇവനെ വലിയ ഇഷ്ടമില്ല. കാരണം അവന് ചില സമയം അവനോട് ഇവൻ ദേഷ്യപ്പെടും ഗൈസ്. അപ്പോൾ അവൻ്റെ അനിയൻ കല്ലൊക്കെ പറക്കെറിയും. അപ്പോൾ അത് ഇവൻ ഇഷ്ടമില്ല ഗൈസ്. അങ്ങനെ രണ്ടുകൂടെ ഇവന് ചെറിയൊരു കടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. കിടന്നു ഗൈസ്, മടുത്തു പോയി കളിച്ച്. അപ്പം കടിയൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നോടും അച്ഛനോടും അമ്മയോടൊന്നും വലിയ കുഴപ്പമില്ല ഗൈസ്. ഞങ്ങളിങ്ങനെ ചങ്ങലയിലാണ് ഗൈസ് ഇതിനെ മിക്കപ്പോഴും അഴിക്കാതെ. ചിലപ്പം ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഗൈസ്, എന്തെങ്കിലുമൊക്കെ കടിക്കുകയോ എല്ലാം ചെയ്താൽ പ്രശ്നമാവുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾ അയക്കുമായിരുന്നു. അപ്പം ഈ മതിലൊക്കെ അവൻ ചാടുകയൊക്കെ ചെയ്തു ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത്, ചങ്ങലയിലൊക്കെ അഴിക്കാനൊക്കെ തുടങ്ങി. ഇപ്പം അതുപോലെ തന്നെ പോകുന്നു ഗൈസ്. പിന്നെ ഒരു കുഴപ്പമില്ല. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ നേരത്തെ ഇവനെ മേടിച്ച വീട്ടിലെ ആൾക്കാരെ കാണും ഭയങ്കര സന്തോഷവും പിറ്റേ ദിവസം കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കാണാം ഗൈസ്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൂടെ വിഷമാവും ഗൈസ്. ഇപ്പോൾ കണ്ടോ ഗൈസ്, ആ റോഡിൽ കൂടെ 2-3 പിള്ളേർ പോയി ഗൈസ്. അതാണ് ഇവൻ നോക്കുന്നത്, കണ്ടോ ഗൈസ്. ചെവിയൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്, ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ആൾ കൂളാവും. പിന്നെ ഇവനെ നോക്കാൻ നമ്മൾ കുളിപ്പിക്കണം, പിന്നെ ചീകണം. അതൊക്കെ ഈ കൂട്ടി വെച്ചൊന്നും അടക്കത്തില്ല ഗൈസ്. എന്താ നമ്മൾ വെളിയിൽ ഇറക്കി കെട്ടുമ്പം ഇപ്പോൾ കണ്ടോ ഗൈസ്, ആ ദേഹത്തൊക്കെ ചെടയൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഇനിയിപ്പോൾ മുറിച്ച് കളയണം. പിന്നെ ഇവൻ്റെ എന്താ പറയുക, ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഗൈസ് 2 നേരം കൊടുത്താൽ മതി ഗൈസ്. ഒത്തിരി ഒന്നും വേണ്ട. 2 നേരത്തെ ചോറ് തന്നെ ചില ദിവസം തിന്നുവേല ഗൈസ്. ഇടയ്ക്കൊക്കെ ഒരു നേരമൊക്കെ തിന്നത്തുള്ളൂ. ചിലവ് ഭയങ്കര വിശപ്പായിരിക്കും ഗൈസ്. അപ്പോൾ 2-3 നേരമൊക്കെ കഴിക്കും. ഇപ്പോൾ ഒക്കെ രണ്ടെണ്ണം കഴിക്കുകയുള്ളൂ ഗൈസ്. അത്രേ കഴിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു സമയമാകുമ്പോഴത്തേക്ക് 3 നേരം കഴിക്കാൻ തുടങ്ങും ഗൈസ്. ആ സമയമാകുമ്പം നമ്മൾ എന്തേലും ഫുഡ് കൊടുത്താലും പോരാ എന്നൊക്കെ ആവും. അപ്പം ഇതൊക്കെയാണ് ലക്കയുടെ വിശേഷങ്ങൾ. അപ്പം കുറച്ച് ഇറച്ചിയും മീനും ഇല്ലാതെ പുള്ളി ഭക്ഷണം കഴിക്കില്ല ഗൈസ്, അത് നിർബന്ധമാണ്. അത് ശരിയാണ് ഗൈസ്. കോഴി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കോഴിയുടെ ഇപ്പം ഞങ്ങൾ കോഴിയൊക്കെ മേടിക്കുമ്പം കാലും കൂടെ മേടിക്കും ഗൈസ്. അതാകുമ്പോൾ പിന്നെ തിന്നോളൂല്ലോ ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ കോഴിക്കാലെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വൈകുന്നേരം കൂടെ കണ്ടോ ഗൈസ് കാണിക്കുന്ന ഡാൻസ്. പിന്നെ എന്താ ഗൈസ്, എന്നാൽ ടാറ്റ ബൈ ബൈ. ടാറ്റ.